മംഗളമാംഗല്യം മംഗസുമംഗലികാ താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. അങ്കമാലി അങ്ങാടിക്കടവ് തുരങ്കപാതയുടെ ഉദ്ഘാടനം നടന്നു. റെയിൽവേ നടപ്പിലാക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി നിർവഹിച്ചത്. അതേസമയം തുരങ്കപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അങ്കമാലി അങ്ങാടിക്കടവ് വഴി പുളിയനം, വട്ടപ്പറമ്പ്, കോടിശ്ശേരി, എളവൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന 10,000ങ്ങളുടെ ചിരകാല അഭിലാഷമാണ് യാഥാർത്ഥ്യമാകുന്നത്. അങ്ങാടിക്കടവ് റെയിൽവേ ഗേറ്റ് എന്ന ശാപം ഇനി ഉണ്ടാകില്ല. റെയിൽവേ ട്രാക്കിന് അടിയിലൂടെ തുരങ്കപാതയാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുൻപേ വിവിധ റെയിൽ പദ്ധതികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. അങ്ങാടിക്കടവ് തുരങ്കപാതയും ഇതിൽ ഉൾപ്പെട്ടു. एक दशक पहले तक वंदे भारत जैसी आधुनिक सेमी हाई स्पीड ट्रेन के बारे में कभी सोचा था, सुना था, किसी सरकार ने कभी बोला भी था? एक दशक पहले तक अमृत भारत जैसी आधुनिक ट्रेन की कल्पना बहुत मुश्किल थी. एक दशक पहले तक नमो भारत जैसी शानदार रेल सेवा के बारे में किसी ने कभी सोचा नहीं था. एक दशक पहले तक विश्वास ही नहीं हो पाता था कि भारतीय रेल का इतनी तेजी से बिजलीकरण होगा. एक दशक पहले तक ट्रेन में स्वच्छता, स्टेशन पर सफाई, ये तो बहुत बड़ी बात मानी जाती थी. आज ये सब रोजमर्रा की जिंदगी का हिस्सा बन गए हैं. एक दशक पहले तक मानव रहित फाटक भारतीय रेल की एक पहचान बन चुकी थी, एक आम तस्वीर थी. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുരങ്കപാത പരിസരത്ത് പൊതുയോഗവും ചേർന്നു. അങ്കമാലി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പീച്ചാനിക്കാട് നിവാസികളുടെ ഒരു വലിയ സ്വപ്നമാണ് ഇവിടെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ അതിനൊരു ഉദ്ഘാടന ചടങ്ങായിട്ട് ഇന്നിവിടെ നടത്തുന്നത്. അതിന്റെ പണികളെല്ലാം വളരെ സ്പീഡിൽ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി അതിന്റെ ബാക്കിയുള്ള പരിപാടികൾ തന്നെ പെട്ടെന്ന് തന്നെ തീർക്കും. എന്തായാലും വളരെ ഒട്ടേറെ കാലത്ത് ഒരു ആവശ്യമായിരുന്നു നമ്മുടെ പീച്ചാനിക്കാട് ഒരു അടിപ്പാത, റെയിൽവേ അടിപ്പാത നിർമ്മിക്കണം എന്നുള്ളത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ ഒട്ടേറെ റെയിൽവേ അടിപ്പാതകളും മേൽപ്പാലങ്ങളും എല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ പീച്ചാനിക്കാടും അങ്ങനെ ഒരു അടിപ്പാത നിർമ്മാണത്തിനുള്ള ഫണ്ട് 2 കോടി രൂപ നമ്മൾക്ക് ലഭിച്ചു. അതിന്റെ പ്രവർത്തനം റെയിൽവേയുടെ എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് തന്നെ അതിന്റെ പ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ നടത്തി ഇവിടുത്തെ ജനങ്ങൾക്ക് എപ്പോഴും, അതായത് സമയലാഭം, അതാണ് എപ്പോഴും ലക്ഷ്യം വെക്കുന്നത്. വാർഡ് കൌൺസിലർമാരായ റോസ്ലി തോമസ്, റെജി മാത്യു, ജസ്മി ജിജോ, AV രഘു, സന്ദീപ് ശങ്കർ, PN ജോഷി, BJP ജില്ലാ സെക്രട്ടറി VK ഭസിത് കുമാർ, റെയിൽവേ ഉദ്യോഗസ്ഥർ, BJP പ്രവർത്തകർ, സ്കൂൾ വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും അടിപ്പാത ഗതാഗതത്തിന് തുറന്നു നൽകിയിട്ടില്ല. അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഇത് പൂർത്തീകരിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാത ഗതാഗതത്തിന് തുറന്നു നൽകുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമായതിനാൽ അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമവും അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യവും പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നു.
എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.